ഇസ്ലാമിക് പേഴ്സണൽ ലോ എടുത്തൊഴിവാക്കണം, എന്നിട്ട് UCC നടപ്പിലാക്കണം എന്ന് പറയുന്ന ആളുകൾ, അവരാണ് കാരണമായിട്ട് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, മുസ്ലിം സ്ത്രീയെ ഞങ്ങൾ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ പേഴ്സണൽ ലോ എടുത്തൊഴിവാക്കി UCC കൊണ്ടുവന്നാൽ അത് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക മുസ്ലിം സ്ത്രീകളെയാണ്. പേഴ്സണൽ ലോ എടുത്ത് ഒഴിവാക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ദോഷകരമായിട്ടാണ് ബാധിക്കുക. കാരണം മറ്റു പേഴ്സണൽ നിയമങ്ങളില്ലാത്ത അല്ലെങ്കിൽ UCCയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ പേഴ്സണൽ ലോയിൽ ഉണ്ട്. അതിലൊന്നാണ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച മഹർ. ഈ പേഴ്സണൽ ലോ എടുത്ത് ഒഴിവാക്കിയാൽ സ്ത്രീക്ക് മഹർ ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴത്തെ പേഴ്സണൽ ലോ അനുസരിച്ച് വിവാഹം കഴിക്കണമെങ്കിൽ പുരുഷനോട് സ്ത്രീക്ക് ഡിമാൻഡ് പറയാം, അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടുകാർക്ക് ഡിമാൻഡ് പറയാം, ഇന്ന ക്യാഷ് അല്ലെങ്കിൽ ഇത്ര വില വരുന്ന വസ്തു മഹറായിട്ട് വേണമെന്ന് ഡിമാൻഡ് ചെയ്യാം. അതുപോലെ വിവാഹമോചനത്തിന് വേണമെങ്കിൽ ഹുൽഅ എന്ന് പറയുന്ന ഓപ്ഷൻ, ഫസ്ഖ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇങ്ങനെ വ്യത്യസ്തമായ ഓപ്ഷനുകളുണ്ട്. ഈ ഓപ്ഷനുകളെല്ലാം എടുത്ത് ഒഴിവായി പോവുകയും ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനിലേക്ക് അത് ഒതുങ്ങുകയും ചെയ്യും. മാത്രമല്ല ഇസ്ലാമിക് പേഴ്സണൽ ലോയെ വിമർശിക്കുകയും അതിന് പകരമായിട്ട് മറ്റു ചില നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന്. ഉദാഹരണത്തിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 1925 അനന്തരാവകാശ നിയമം, അതിലെ ഓർഡർ ഓഫ് സക്സഷൻ, അനന്തരാവകാശത്തിന്റെ രീതി എന്ന് പറയുന്നത് 6 സ്റ്റെപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1 സർവൈവിംഗ് സ്പൗസ്, ജീവിച്ചിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. 2 ലീനിയർ ഡിസെൻസ്, അതായത് ഈ മരിച്ച ആളുടെ നേരെ മക്കൾ, ആൺമക്കൾ പെൺമക്കൾ. അതിന്റെ ശേഷമാണ് ഫാദർ വരുന്നത്. 4ാമത്തെ സ്റ്റേജിലാണ് മദർ വരുന്നത്. അപ്പോൾ 1925 അല്ലെങ്കിൽ പൊതു മുസ്ലിം പേഴ്സണൽ ലോ അല്ലാത്ത നിയമങ്ങൾ എടുത്തു നോക്കിയാൽ മാതാവിന് ഈ മരിച്ച മകന്റെ സമ്പത്ത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ മാതാവിനോ പിതാവിനോ അവിടെ സമ്പത്ത് ലഭിക്കുന്നില്ല. ഈ മകനെ പോറ്റി വളർത്തിയത് ഒരുപാട് ക്യാഷ് ചെലവാക്കിയിട്ട് ഈ പിതാവും അമ്മയുമാണ്. മാത്രമല്ല ഈ പിതാവിനോ മാതാവിനോ വയസ്സായാൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയിട്ട് ചേർക്കണം. അത് സ്റ്റേറ്റിന് ബാധ്യതയായിട്ട് വരുന്നു. ഇങ്ങനെ സ്ത്രീയെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ മറ്റൊരു നിയമം വേണമെന്ന് പറയുന്നത് എന്ന് പറയുന്ന ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് അവതരിപ്പിച്ച നിയമങ്ങളിൽ പലപ്പോഴും സ്ത്രീയെ തഴയപ്പെടുന്നുണ്ട് എന്നത് കാണാൻ കഴിയും.